കണ്ണൂർ തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രത്തിൽ അയ്യപ്പ ഭക്തർക്കായി ഇടത്താവളം ഒരുക്കും. 18 മുതൽ ഇടത്താവളത്തിന്റെ പ്രവർത്തനം തുടങ്ങും. 3 നേരം അന്നദാനത്തിന് ഉൾപ്പെടെ ഇവിടെ സംവിധാനം ഒരുക്കിയതായി അയ്യപ്പ സേവാ സംഘം ദേശീയ സെക്രട്ടറി കൊയ്യം ജനാർദ്ദനൻ കണ്ണൂരിൽ അറിയിച്ചു. തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രാങ്കണത്തിൽ നിന്നും നിരവധി അയ്യപ്പ ഭക്തരാണ് ശബരിമല ദർശനത്തിനായി പോകാറുള്ളത്. കണ്ണൂരിലെ പ്രധാനപ്പെട്ട ഒരു ഇടത്താവളമാണ് തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രം. ഇത്തവണയും ഭക്തർക്കായി ഇവിടെ അന്നദാനം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുമെന്ന് കൊയ്യം ജനാർദ്ദനൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നവംബർ 18 മുതൽ 2025 ജനുവരി 19 വരെ അന്നദാനം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കണ്ണൂർ ജില്ലയിലൂടെ കടന്നുപോകുന്ന മുഴുവൻ അയ്യപ്പന്മാർക്കും വേണ്ടുന്ന സൗകര്യം ഈ പ്രാവശ്യവും കണ്ണൂർ ടൗണിൽ തന്നെ ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിന് സമീപം വെച്ച് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് അയ്യപ്പന്മാർക്ക് ഭക്ഷണവും അതേപോലെ തന്നെ താമസ സൗകര്യവും അവർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഈ വരുന്ന 18-ാം തീയതി ബഹുമാന്യനായ ശ്രീ യോഗാനന്ദ സരസ്വതി സ്വാമിജി 18-ാം തീയതി രാവിലെ 10:30 മണിക്ക് ഭദ്രദീപം കൊളുത്തിക്കൊണ്ടുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. വരുന്ന അയ്യപ്പന്മാർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും, ഉച്ചക്ക് ഊണ് ഏർപ്പാടാക്കുന്നുണ്ട്, രാത്രി അതേപോലെ തന്നെ ഊണും അതേപോലെ തന്നെ ഉപ്മാവൊക്കെ എന്താ വേണ്ടെന്നുള്ള അവരുടെ സൗകര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള രീതികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാനാണ് ഇപ്രാവശ്യം കണ്ണൂരിൽ നടക്കുന്ന ക്യാമ്പിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അന്നദാനത്തിന്റെയും ഇടത്താവളത്തിന്റെയും ഉദ്ഘാടനം 18-ന് യോഗാനന്ദ സരസ്വതി സ്വാമി നിർവഹിക്കും. എല്ലാ ദിവസവും 3 നേരവും അന്നദാനം ഇവിടെ ഉണ്ടാകും. കഴിഞ്ഞ വർഷം 2 ലക്ഷം ഭക്തർക്കാണ് അന്നദാനം ഒരുക്കിയത്. ഈ വർഷം 5 ലക്ഷം ഭക്തരെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും അഖില ഭാരതീയ അയ്യപ്പ സേവാ സംഘം ദേശീയ സെക്രട്ടറി കൂടിയായ കൊയ്യം ജനാർദ്ദനൻ അറിയിച്ചു. അന്നദാന ക്യാമ്പ് ഓഫീസർ ഡോക്ടർ MK ഹരിപ്രഭ, ക്യാമ്പ് സെക്രട്ടറി KV സന്തോഷ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.